ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചു. രാജീവ് ചന്ദ്രശേഖറാണ് ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം മത്സരിച്ചതുകൂടിയാണ്. മലയാളിയായ വ്യവസായി കൂടിയാണ് അദ്ദേഹം. ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലിൻ്റെ മേധാവിയാണ്. കഴിഞ്ഞ മോദിയുടെ മന്ത്രിസഭയിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ മെമ്പറായിട്ടാണ് അദ്ദേഹം മോദിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നത്. കേരളത്തിൽ മലയാളികൾക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തെ വലിയ പരിചയമുള്ളത് അദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ നേതാവ് എന്നുള്ള അർത്ഥത്തിൽ, ഏഷ്യാനെറ്റിൻ്റെ ഓണർ എന്നുള്ള അർത്ഥത്തിലാണ് മലയാളികൾക്ക് രാജീവ് ചന്ദ്രശേഖറിനെ നന്നായിട്ട് അറിയുക. അദ്ദേഹം ഒരു വ്യവസായിയാണ്. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് നല്ല മത്സരം രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരുന്നു. രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിലേക്ക് എത്തുമ്പോൾ കേന്ദ്ര നേതൃത്വം നേരിട്ട് സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ പിടിമുറുക്കുകയാണ്. സംസ്ഥാനത്ത് യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തൊരു നേതാവിനെ ആദ്യമായി കേരളത്തിൽ സംസ്ഥാന അധ്യക്ഷനാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് കെ സുരേന്ദ്രൻ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ എം.ടി. രമേശ് ആയിരിക്കും പുതിയ സംസ്ഥാന അധ്യക്ഷൻ എന്ന പേര് കേട്ടിരുന്നു. കഴിഞ്ഞ തവണ വി. മുരളീധരനാണ്. പക്ഷേ അദ്ദേഹം തിരിച്ചു വരില്ല എന്ന് ഉറപ്പാണ്. പല പേരുകളും മുമ്പ് കേട്ട പല പേരുകളും പിന്നീട് ഇല്ലാതാവുകയാണ് ചെയ്തത്. നമുക്കറിയാം, ആദ്യം നമ്മൾ ശോഭാ സുരേന്ദ്രൻ്റെ പേര് സജീവമായി കേട്ടിരുന്നു. കാരണം ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. പക്ഷേ ശോഭാ സുരേന്ദ്രൻ നേതൃസ്ഥാനത്തേക്ക് വന്നില്ല. പിന്നീട് നമ്മൾ എം.ടി. രമേശിൻ്റെ പേര്, കേരളത്തിൽ നിന്നുള്ള നേതാവ് എന്നുള്ള എം.ടി. രമേശിൻ്റെ പേര് കേട്ടു. അദ്ദേഹം വന്നില്ല. അവസാനം നമ്മൾ പല പേരുകളും ഇങ്ങനെ മാറി മാറി വന്നു. അവസാനം രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരിലേക്കാണ് വന്നത്. കൃഷ്ണദാസ് പക്ഷത്തിൽ ആരെങ്കിലും ആവും എന്ന് നമ്മൾ കേട്ടിരുന്നു. ഔദ്യോഗിക പക്ഷമായ വി. മുരളീധരൻ പക്ഷത്തിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും എന്ന് കേട്ടിരുന്നു. അങ്ങനെ പല പേരുകൾ കേട്ടു. സംസ്ഥാന അധ്യക്ഷൻ ആരാവുമെന്ന് നമുക്ക് കൃത്യമായ വിവരം ഏകദേശം കേന്ദ്ര നേതൃത്വം തരികയാണ്. കാരണം ഇത്തരം ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിന്ന് തികച്ചും വിഭിന്നമായി, അതായത് യാതൊരു ഗ്രൂപ്പോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു നേതാവിനെ, അതായത് പക്വതയുള്ള വളരെ കൃത്യമായി വളരെ പ്രൊഫഷണലായി കേരളത്തിൽ ബി ജെ പി നയിക്കാൻ സാധിക്കുന്ന ഒരു നേതാവിനെയാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. ബി ജെ പിൻ്റെ ആയിട്ടുള്ള വളർച്ചാ സാധ്യതകളുണ്ട്. കേരളത്തിൽ ഇത്തരം ചെറിയ ചക്കളാത്തി പോരാട്ടങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വം നൽകുന്ന സൂചന. അതുപോലെ വലിയ രീതിയിലുള്ള പ്രൊഫഷണലുകൾക്ക് സാധ്യതയുണ്ട്. പ്രൊഫഷണലുകളെ മുൻനിർത്തിയായിരിക്കും കേരളം വിദ്യാഭ്യാസത്തിൽ വലിയ പ്രാധാന്യം നൽകുന്ന സംസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രൊഫഷണലുകൾക്ക് വലിയ സാധ്യത അവർ കാണുന്നുണ്ട്. അതായത് ഇതിൻ്റെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ, സാധാരണ ബി ജെ പി പ്രവർത്തകരുമായിട്ട് നേരിട്ട് ഇദ്ദേഹത്തിന് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അത് ഗ്രാസ് റൂട്ടിലുള്ള ചെറിയ നേതാക്കളുമായിട്ടൊന്നും വലിയ കണക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ഉണ്ടാവില്ല. കെട്ടിയിറക്കപ്പെട്ട നേതാവ് എന്നുള്ളത് മാത്രമായിരിക്കും ഇതിൻ്റെ ഇമേജ്. ഇപ്പോൾ കെ സുരേന്ദ്രനാവട്ടെ, വി. മുരളീധരനാവട്ടെ, കുമ്മനം രാജശേഖരനാവട്ടെ, ഇനി നമ്മൾ സെലക്ട് ചെയ്യപ്പെടാതെ പോയിട്ടുള്ള നേതാക്കൾ പലരും ആവട്ടെ, അത് ആരുമാവട്ടെ, അവർക്കൊക്കെ തന്നെ നേരിട്ട് കേരളത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളുമായി നേരിട്ട് ഇടപെട്ട്, കേരളത്തിലെ പ്രവർത്തകരുമായി നേരിട്ട് ബന്ധമുണ്ട്. നേതാക്കളുമായിട്ട്, രണ്ടാം നിര നേതാക്കളുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട്. ഗ്രാസ് റൂട്ടിൽ നേതാക്കളുമായിട്ട് വലിയ ബന്ധമുള്ള ആൾക്കാരായിരുന്നു ഇവരെല്ലാം തന്നെ. ശോഭാ സുരേന്ദ്രനോ ഇനി നമ്മൾ എം.ടി. രമേശോ ആരായാലും ഇവർക്കൊക്കെ വലിയ ജനകീയമായിട്ടുള്ള നേരിട്ട് ബന്ധമുണ്ട്. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുള്ള ബന്ധമുണ്ട്. പക്ഷെ ഇതൊന്നുമല്ലാതെ നേരിട്ട് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, തിരുവനന്തപുരം പോലൊരു എ ക്ലാസ് മണ്ഡലത്തിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാതെ പോയ ഒരു നേതാവിനെ, രാജീവ് ചന്ദ്രശേഖറിനെയാണ് ഇവർ ബി ജെ പി നേരിട്ട് ഇതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാക്കി മാറ്റുന്നത്. അതിലൊരു രാജീവ് ചന്ദ്രൻ്റെ ഒരു പരിഭവം, കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപിയെ സെലക്ട് ചെയ്യും, തന്നെ ഒഴിവാക്കുകയും ചെയ്തു എന്നുള്ള, തനിക്ക് രാജ്യസഭയിൽ രണ്ടാമത്തെ ടേമിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലിയ പരാതി. ആ പരാതി കൂടി ഇവിടെ പരിഹരിക്കപ്പെടുകയാണ്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചും വലിയ വിജയമാണ്. അദ്ദേഹത്തെ തുടച്ചു നിൽക്കാൻ കേരളത്തിലെ നേതൃത്വം ശ്രമിച്ചുകൊണ്ടേയിരുന്നിരുന്നു. അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നിരുന്നു. അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹം ജയിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് തന്നെ പ്രവർത്തിച്ചു. അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് സംതൃപ്തി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ വിഷമം അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഷേധം അദ്ദേഹം നടത്തിയിരുന്നു തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം. ഏതായാലും രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിൽ കൂടി തിരിച്ചുവരവ് കൂടിയാണ്. അതായത് തിരുവനന്തപുരത്തെ തോൽവിക്ക് ശേഷം വണ്ടി കയറിയ അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറിയിട്ടുള്ള ആൾ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു, കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട്. ഇത് ബി ജെ പിക്ക് ഗുണപരമാകുമോ? ബി ജെ പിയുടെ വരും കാലങ്ങളിൽ ബി ജെ പിക്ക് വലിയ മാറ്റം ഉണ്ടാക്കുമോ? ബി ജെ പിയുടെ പ്രവർത്തന ശൈലി മുഴുവനായിട്ട് മാറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അദ്ദേഹത്തിന് സമയം കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വിലയിരുത്താം. ഏതായാലും ഒരു യുഗം അവസാനിക്കുകയാണ്. കെ സുരേന്ദ്രനിലൂടെ ബി ജെ പിയുടെ ഒരു യുഗം അവസാനിക്കുകയാണ്. വിജയത്തിൽ എവിടെയും എത്താതെ പോയ, അതായത് തൻ്റെ വ്യക്തിപരമായ വിജയം പോലും നേടിയെടുക്കാൻ സുരേന്ദ്രന് സാധിച്ചിട്ടില്ല. വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചെങ്കിലും മഞ്ചേശ്വരത്തിൽ ജയിക്കാൻ സാധിച്ചില്ല. എന്നിരുന്നാൽ കൂടി കേരളത്തിലെ ബി ജെ പിയെ വളർത്തുന്നതിൽ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ബി ജെ പിക്ക് ഒരു ലോക്സഭാ സീറ്റ് നേടാൻ
ഈ സമയത്ത് സാധിച്ചിട്ടുണ്ട്. അതുപോലെ വോട്ട് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ വലിയ മത്സരം ലോക്സഭയിലേക്ക് നടത്താൻ BJPക്ക് സുരേന്ദ്രൻ്റെ കാലത്ത് സാധിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ മുന്നോട്ടേക്ക് പോകുമോ എന്ന് നമുക്ക്